ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-3 വചനങ്ങൾ, അതുപോലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് സയൻറ്റിഫിക്കായി പറയുമ്പോൾ ഇത് 6th എക്സ്റ്റൻഷനാണ്. അപ്പോൾ അതിൻ്റെ 6th എക്സ്റ്റൻഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അനേകം കാരണങ്ങളുണ്ട്. അതിൽ ചിലതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഓഷ്യൻ അസിഡിഫിക്കേഷൻ, അതായത് സമുദ്രത്തിലെ ജലമെല്ലാം അസിഡിക്കായി മാറുന്നു, അല്ലെങ്കിൽ ആസിഡായി മാറുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനെപ്പറ്റി ഒത്തിരിയേറെ പറയാനുണ്ട്. നമുക്ക് ചുരുക്കമായി അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ pH എന്ന് കേട്ട് കാണും. അതിൻ്റെ കൂടുതൽ സയൻറ്റിഫിക് സൈഡൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. എന്നാൽ pH റേഞ്ച് നമ്മൾ കണക്ക് കൂട്ടുന്നത് 0 to 14 ആണ്. 0 മുതൽ 14 വരെ. അതിൽ നോർമൽ pH എന്ന് പറയുന്നത് 7 ആണ്. നോർമൽ pH 7 മുകളിൽ 8, 9, 10 എല്ലാം ആൽക്കലൈനാണ്. 7 താഴെ അത് അസിഡിക്കാണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു. അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുവെന്ന് നമ്മൾ ധ്യാനിച്ചു. അങ്ങനെ ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നല്ലൊരു ശതമാനം, ഏതാണ്ട് 30%-ലധികം ഈ സമുദ്രത്തിലെ ജലം അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് വലിയ ഒരു സംരക്ഷണമാണ്. എന്നാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ എന്തു പറ്റുമെന്ന് ചോദിച്ചാൽ, സമുദ്രത്തിലെ ജലം കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. ഇവിടെ കരയിൽ ഇത് കൂടുന്നത് കൊണ്ട്, അന്തരീക്ഷത്തിൽ ഇത് കൂടുന്നത് കൊണ്ട് സമുദ്രം അത് കൂടുതൽ അബ്സോർബ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കാർബോണിക് ആസിഡ് ഉണ്ടാകും. കാർബോണിക് ആസിഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ജലവുമായി അത് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ആയിത്തീരും. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സമുദ്രത്തിൽ ഈ കാർബോണിക് ആസിഡിൻ്റെ അളവ് കൂടുന്നു എന്ന് പറഞ്ഞാൽ സമുദ്രം കൂടുതൽ അസിഡിക്കായി മാറുന്നു. 1800 മുമ്പ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുമ്പ്, ഈ കാർബോണിക് ആസിഡിൻ്റെ അളവ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ pH ഏതാണ്ട് 8.3 അടുത്തായിരുന്നു. 8.3 അടുത്തായിരുന്നു സമുദ്രത്തിലെ ജലത്തിൻ്റെ pH. എന്നാൽ ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് ഏതാണ്ട് 8.1 ആണ്. ഇപ്പം നമ്മൾ സാധാരണ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തോന്നാം, 8.3 അടുത്ത് നിന്നു, ഇപ്പോൾ അത് 8.1 ആയി, 0.1 or 0.2, അതാണ് വലിയ കാര്യമാണോ? പ്രിയപ്പെട്ടവരെ, ഇതൊരു ലോഗരിതമിക് സ്കെയിലാണ്. അവിടെ 0.1 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30% എന്ന് പറഞ്ഞാൽ 8.2-ൽ നിന്ന് 8.1 ആവുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30% വർദ്ധിച്ചു വന്ന അസിഡിറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ 8.3 അടുത്ത് നിൽക്കണം ഈ സമുദ്രത്തിൻ്റെ pH. എന്നാൽ ഇപ്പോൾ അത് 8.1 ആയി. ഇതുപോലെ എമിഷൻ കൂടുകയും ഇതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും
ചെയ്താൽ 2100 ആകുമ്പോഴേക്ക് സമുദ്രജലത്തിൻ്റെ pH ഏതാണ്ട് 7.6 ആയിത്തീരും എന്ന് സയൻറ്റിഫിക് എസ്റ്റിമേറ്റ്സ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ സീരിയസ് ആണ്. അങ്ങനെ 7.6 സമുദ്രജലത്തിൻ്റെ pH മാറിയാൽ സമുദ്രത്തിൽ യാതൊരു ജീവജാലങ്ങളും അവശേഷിക്കുകയില്ല. ഇവിടെയാണ് നമ്മൾ വീണ്ടും സഫാനിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2, 3, 4 ആ വചനങ്ങൾ ചിന്തിക്കേണ്ടത്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, മനുഷ്യൻ്റെ അകൃത്യങ്ങൾ നിമിത്തം സമുദ്രത്തിലെ മത്സ്യങ്ങളെല്ലാം ഇല്ലാതായിത്തീരും. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഓർക്കുക, വചനത്തിന് മാറ്റമില്ല. ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതാണ് നമ്മുടെ ധ്യാന വിഷയം തന്നെ. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിനുള്ള പ്രാധാന്യം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. വചനമെന്നാൽ ദൈവമാണ്. വചനത്തിൻ്റെ ശക്തി എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാണ്. വചനത്തിൻ്റെ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് ജീവിത നിലവാരത്തിലുള്ള വ്യക്തിയായാലും ദൈവത്തോട് ചേർന്ന് നിൽക്കാം. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴേ അതിൻ്റെ ഗുണം മനസ്സിലാവുകയുള്ളൂ. അതിനായിട്ട് ഈ നോമ്പുകാലത്ത് നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.